ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്, മക്രോണി. അപ്പോൾ ആ മക്രോണി ഒരു വെറൈറ്റി ആയിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനടുത്ത് ഒരു സോസ് പാനിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അത് ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂണോളം സവാള അതും ഇതിലേക്കൊന്ന് ഇട്ടിട്ട് അത് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന ഒരു സമയത്ത് ടൊമാറ്റോ പ്യൂരിയിൽ, അതായത് തക്കാളി ഒന്ന് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് സോസേജ് അത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് അതും കൂടെ ഒന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് ഒരു മുക്കാലും വെന്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അതും ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്നും വലുതായിട്ട് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി അതും കൂടെ ഇതിലേക്കിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നതാണ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാക്രോണിയിൽ ഇടാനുള്ള ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സോസ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ സെയിം ആ പാസ്തയിൽ ഉണ്ടാക്കുന്ന സെയിം അതേ സോസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ ഒന്ന് അത് പോയി കണ്ടു നോക്കുക കേട്ടോ. സെയിം ഇതുപോലെ തന്നെയാണ് ഏകദേശം ആ പാസ്തയുടെ സോസ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ആ മൈദയുടെ ഒരു മണം മാറുന്നവരൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ ആ ഒരു മൈദയുടെ ഒക്കെ ആ ഒരു കട്ടയൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. വെറുതെ ഇതുപോലെ മക്രോണി മാത്രം വേവിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും കഴിച്ചിരിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടപ്പോൾ ഇപ്പോൾ തന്നെ ആ ഒരു മൈദ ഇട്ട് നമ്മൾ ആ പാലൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ മസാലയ്ക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസേജ് മസാലയില്ലേ, അതെന്താ ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ മാക്രോണി നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള, അതായത് വെള്ളത്തിൽ ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്തതാണ് മാക്രോണി. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ നമ്മൾ ചൂടാക്കി തോറും കട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ തണുക്കുമ്പോൾ തന്നെ ഇത് കട്ടിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് നമുക്കിത് മാറ്റാം. അപ്പോൾ നല്ല ചൂടോടെ തന്നെ ഇത് കഴിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. തണുത്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമ.